തീർച്ചയാണ്. പക്ഷെ അപ്പോൾ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ സാറിന് ഇനി ഇതിന് ഞാൻ സ്വന്തമായിട്ട് ശബ്ദം കൊടുത്തു തുടങ്ങിയാലോ എന്നൊരു തോന്നൽ വന്നിട്ടുണ്ടോ? തോന്നൽ പലപ്പോഴും എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇപ്പോഴത്തെ ഒരു രീതിയിൽ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ലോഹിതദാസ് തിരക്കഥ എഴുതി ഭരതൻ സംവിധാനം ചെയ്ത സിനിമകളോ സിബി മലയിൽ ചെയ്ത സിനിമകളോ അന്നത്തെ ക്ലാസിക്കുകളായിരുന്നു അല്ലേ? തീർച്ചയായിട്ടും. എത്രയോ ആളുകളെ, എത്രയോ തലമുറയെ ആവേശം കൊള്ളിച്ച അല്ലെങ്കിൽ അവരുടെ ഹൃദയത്തെ പിടിച്ച് കുലുക്കിയ സിനിമകൾ ഉണ്ടായിട്ടുണ്ട് അല്ലേ? ഈ സിനിമകൾ പക്ഷേ ഇന്നത്തെ സിനിമകൾ അതിനേക്കാൾ മോശമാണെന്നും പറയാൻ പറ്റുമോ? ഇന്നും നല്ല സിനിമകൾ ഇറങ്ങുന്നില്ലേ? പക്ഷെ രണ്ടിന്റെ മേക്കിംഗ് ശൈലി മാറിയില്ലേ? അത് കാലഘട്ടത്തിനനുസരിച്ചുള്ള മാറ്റങ്ങൾ. ഇത് തന്നെയാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ കാലഘട്ടത്തിനനുസരിച്ച് ട്രാവലോഗുകളും ട്രാവൽ ഡോക്യുമെന്ററികളിലും മാറ്റം വരുന്നു. അപ്പൊ ഈ മാറ്റത്തിനനുസരിച്ച് സഞ്ചാരത്തിലും മാറ്റം വന്നാൽ നല്ലതാണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ സ്വാഭാവികമായിട്ടും ട്രാവൽ ചെയ്യുന്ന ഇപ്പൊ എന്റെ ശബ്ദം എല്ലാവർക്കും അറിയുകയും ചെയ്യാം. അപ്പം സഞ്ചാരിയുടെ എയർ കുറിപ്പ് എന്ന് പറഞ്ഞ മറ്റൊരു പരിപാടി ഞാൻ സ്ഥിരമായിട്ട് വരുന്നുണ്ട്. അപ്പൊ ആളുകൾക്ക് അറിയാം. തന്നെയല്ല, സഞ്ചാരത്തിന്റെ ശബ്ദം മനീഷിന്റെ ശബ്ദമാണെന്നും ഇപ്പൊ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഇഷ്ടം എൻ്റെ സ്വന്തം ശബ്ദത്തിലോ സ്വാഭാവികമായ ശബ്ദത്തിലോ സഞ്ചാരം ഇപ്പോഴത്തെ കാലത്ത് വരണമെന്നാണെങ്കിൽ കൂടി ഇതിന്റെ സ്ഥിരമായ പ്രേക്ഷകരുണ്ട്. ഈ തുടങ്ങിയ കാലം മുതലുള്ള അവർക്ക് ഇപ്പോഴും പരിചിതമായിരിക്കുന്നതും ഇഷ്ടവും അനീഷിന്റെ ആ ശബ്ദത്തിൽ തന്നെ തുടരുന്നതാണ്. തന്നെയല്ല, എനിക്കും കുറച്ച് പണി എളുപ്പമുണ്ട്. ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയം കൂടെ എനിക്ക് സേവ് ചെയ്യാം. അനീഷ് വന്ന് വോയിസ് ഓവർ കൊടുക്കുന്ന എനിക്ക് തോന്നുന്നു ഒരു 2.5-3 മണിക്കൂർ നേരത്തെ ജോലിയാണ് ഒരു എപ്പിസോഡിന് വോയിസ് ഓവർ കൊടുക്കുക. അത് കുറെ സ്ട്രെയിൻ എടുത്ത് തന്നെയാണ് ചെയ്യുന്നത്.